നമ്മളിൽ പലർക്കും ഉള്ള സംശയമാണ് നമ്മുടെ മോണയുടെ കളർ, അതായത് പിങ്ക് ആണോ അതോ പിഗ്മെൻറ്റഡ് ആണോ, ഇതൊക്കെ നോർമൽ ആണോ, കാര്യങ്ങളൊക്കെ ഒരു സംശയങ്ങളായിട്ട് എപ്പോഴും നിൽക്കാറുണ്ട്. ജിഞ്ചവൽ പിഗ്മെൻറ്റേഷൻ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി കേസിൽ വളരെ നോർമൽ ആയിട്ടുള്ള വേരിയേഷനാണ്. ലൈക്ക് ഇന്ത്യൻ പോപ്പുലേഷൻ അതൊരു റീസൺ ആണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ആൾക്കാരാണെങ്കിൽ അവർ കൂടുതലും കോറൽ പിങ്ക് ആണ് കളർ ഉണ്ടാവുക. പിഗ്മെൻറ്റഡ് ഗംസ് ഇന്ത്യയിൽ വളരെ നോർമലായിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഇഷ്ടം അല്ലെങ്കിലോ നമുക്കതൊരു എസ്തെറ്റിക് കറക്ഷൻ അല്ലെങ്കിൽ എസ്തെറ്റിക് മേക്ക് ഓവർ വേണമെന്നുണ്ടെങ്കിലൊക്കെ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ജിഞ്ചവൽ ഡീ പിഗ്മെൻറ്റേഷൻ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ്റെ അപ്പിയറൻസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരിലൊക്കെയാണ് നമ്മൾ കൂടുതൽ താല്പര്യം ചെയ്യാൻ, മാറ്റാൻ താല്പര്യമുള്ള ആൾക്കാരിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അത് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ലേസർ ഡീ പിഗ്മെൻറ്റേഷൻ. അതൊരു ഷോർട്ട് സെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് സർജിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രയോ സർജറി വഴി ചെയ്യാം, അതുപോലെ തന്നെ സ്കാൽപ്പർ സർജറി വഴി ചെയ്യാം. പിന്നെ നോൺ സർജിക്കലായിട്ടുള്ള ഈ ലേസർ, അതുപോലെ തന്നെ മൈക്രോ നീഡ്ലിംഗ് ഒക്കെ രീതിയിൽ നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ജിഞ്ചവൽ ഡീപിഗ്മെൻറ്റേഷൻ ചെയ്താലും അതിന് റിക്കറൻസിനുള്ള ചാൻസസ് ഉണ്ട്. അതായത് പിന്നീടും പഴയതുപോലെ തന്നെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലേസർ, ക്രയോ സർജറി അങ്ങനെയുള്ള ആ മെത്തേഡ്സ് വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലെസ്സർ ചാൻസാണ് റിക്കറൻസിനുള്ളത്. പിന്നെ റിക്കറൻസ് വരുമോ ഇല്ലയോ എന്നുള്ളത് പലരുടെയും അവരുടെ ജെനറ്റിക്സ്, സൺ എക്സ്പോഷർ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡൻറ്റുമാണ്. പിന്നെ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ചിലവർക്ക് ഇത് 1 to 2 years ആയിരിക്കും, ചിലവർക്ക് 20 years above ഒക്കെ ഒരുപാട് നാൾ ലൈഫ് ടൈം വരെ ലാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.